യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇന്നും ചർച്ചകൾ തുടരും. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും ഈ വിഷയത്തിൽ നിർണായകമായിരുന്നു. MG മിഥുനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. വധശിക്ഷ ഒഴിവാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമല്ലേ? തലാലിൻ്റെ കുടുംബത്തെ അനുനയിപ്പിക്കുക, അവരെ ബ്ലഡ് മണി സ്വീകരിക്കുവാൻ അവരെ അനുനയിപ്പിക്കുക എന്നതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ആ കടമ്പ സാധിക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള വഴി തെളിയും എന്നതല്ലേ? അരെ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു. സനായിലെ ക്രിമിനൽ കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടി കൈക്കൊള്ളുകയും ചെയ്തത്. അതിൻ്റെ ഇടപെടൽ നടത്തിയത് കാന്തപുരം ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലാണ് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നടക്കമുള്ള പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഉത്തരവ് ജയിൽ വകുപ്പിന് നൽകിയിട്ടുണ്ട്. അതായത് ജയിലധികൃതർക്ക് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയിട്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നേരത്തെ ഈ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. അതിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, എന്നാണ് ഇനി അത് നടപ്പിലാക്കുന്നതെന്നടക്കമുള്ളൊരു പരാമർശം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാവകാശം ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്, കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം സമയമില്ല എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമെങ്കിൽ അതിപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഉള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഈ വധശിക്ഷ റദ്ദാക്കുക എന്നുള്ളതാണ്. അതിന് ബ്ലഡ് മണി, ദിയാധനം കുടുംബം സ്വീകരിക്കുക എന്നുള്ളതാണ് ശരീരത്ത് നിയമപ്രകാരമായി ആ കുടുംബത്തിന് മാത്രമാണ് അതിന് ബാധ്യതയായിട്ടുള്ളത്. അതായത് അവർ തീരുമാനിക്കണം ഇത്തരത്തിൽ ഈ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് മാപ്പ് നൽകാമെന്ന് ആ കുടുംബം തീരുമാനിച്ചാൽ മാത്രമേ ഈ ശിക്ഷാ വിധി റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യൂ. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് ഇന്നും തുടരുന്നത്. നോർത്ത് യമനിലാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ ഗോത്ര വിഭാഗ നേതാക്കൾ അവർ ഭൂരിഭാഗവും ഇതിനെതിരാണ്. കാരണം ആ ഗോത്ര മേഖലകൾക്ക് സ്വാധീനമുള്ള ഇടത്തു നിന്ന് വന്ന പൗരനാണ്, അവരുടെ വിഭാഗത്തിൽപ്പെട്ട പൗരനാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ. അതുകൊണ്ട് തന്നെ അവർ ഇതിനെതിരായിട്ട് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കുടുംബത്തിൽ ഇപ്പോഴും ഒരു ഐക്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഭൂരിഭാഗം പേരും ഇപ്പോഴും ഈ ശിക്ഷാവിധി റദ്ദാക്കാം, ദിയാധനം സ്വീകരിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയെങ്കിൽ പോലും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ അത് എത്തിയെങ്കിൽ പോലും തന്നെ കുറച്ചധികം പേർ ഇപ്പോഴും ഇതിനൊരു ഭിന്നസ്വരം ഉയർത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധിക്ക്. പ്രധാനമായും തലാലിന്റെ സഹോദരന് എതിർപ്പ് ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് വിഷയം. 8 കോടി രൂപയിലധികമാണ് ദിയാധനമായി ആവശ്യമുള്ളത്. അത് സ്വരൂപിച്ച് കൊടുക്കുവാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരെല്ലാം തയ്യാറാണ്. അപ്പോൾ പണമല്ല ഇവിടെ പ്രശ്നം, ആ പണം സ്വീകരിക്കാൻ അവർ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കാന്തപുരത്തിന്റെ അടക്കം നേതൃത്വത്തിൽ നടന്ന, മാത്രമല്ല സർക്കാർ തലത്തിലുമൊക്കെ പലവിധ ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ അനുകൂലമായ ഒരു നടപടി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചർച്ചയ്ക്കുള്ള കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട് എന്നതാണ് ശുഭകരമായ കാര്യം, പ്രതീക്ഷ നൽകുന്ന കാര്യം. പക്ഷേ അപ്പോഴും തലാലിന്റെ കുടുംബം ഈ ചർച്ചകളോടൊക്കെ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നത് ഇപ്പോഴും ആശങ്കയായി തുടരുകയാണോ? കുറച്ചെങ്കിലും അനുകൂലമായ പ്രതികരണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും, നിമിഷയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എത്രത്തോളം നമ്മൾ വെച്ച് പുലർത്തണം? അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ യമനിലുള്ള സുന്നി ആത്മീയ നേതാവിൻ്റെ ഇടപെടലിലൂടെയാണ് ഈ ഒരു കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഈ ആക്ഷൻ കൗൺസിലും ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളും ഒക്കെ കുടുംബമൊക്കെ പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ കുടുംബവുമായും ഒപ്പം തന്നെ ഗോത്ര വിഭാഗ നേതാക്കളുമായും ചർച്ച നടത്താൻ എന്നുള്ളത് കാര്യം. അത് നീണ്ടു പോകുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചെങ്കിൽ. പക്ഷേ പിന്നീട് കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടലോട് കൂടി സുന്നി ആത്മീയ നേതാവ് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന് ലോകത്തിലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, ഒരു ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയാണ്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ഈ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നത്. അതിൽ കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി ഈ കുടുംബത്തെ ധരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധികൾ പറയുന്നത് ഈ ഒരു കൊലപാതകം, അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയതാണ്. തങ്ങളുടെ കുടുംബം, ഈ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തൻ്റെ സഹോദരനെ വെട്ടിനുറുക്കി ഈ ഇത്തരത്തിൽ കൊലപാതകത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത്രത്തോളം ക്രൂരമായ നടപടിയാണ് നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാപ്പ് നൽകാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് അനുനയത്തിലൂടെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ആത്മീയ നേതാവിൻ്റെ ഇടപെടൽ, അത് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുകയും ചെയ്തത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വധശിക്ഷ നേരത്തെ നടപ്പാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിറക്കുകയും അത് ജയിലധികൃതർക്ക് കൈമാറുകയും ചെയ്ത വേളയിൽ തന്നെ ഈ മേഖലയിൽ, അതായത് ഈ നോർത്ത് യമൻ മേഖലകളിൽ, ഈ ഗോത്ര മേഖലകളിലായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ അതിനെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു നടപടി അവർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളെ ഉൾപ്പെടെയുള്ളവരെ അനുനയിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം, വലിയ വെല്ലുവിളി തന്നെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ കുടുംബത്തെ അനുനയിപ്പിക്കുക, ഒപ്പം തന്നെ കുടുംബം അനുനയിക്കണമെങ്കിൽ ഗോത്ര വിഭാഗ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളൊക്കെ ഈ ഒരു അനുനയത്തിലേക്ക് വരണമെന്നുള്ളത് തന്നെയാണ്. അത് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. പ്രത്യേകമായി ഇവരുമായി കൂടിയാലോചനകൾ നടത്താനുള്ള ഒരു നീക്കമാണ്. ഇന്നും നോർത്ത് യമനിലെ, അതായത് ഇന്ത്യൻ സമയം ഒരു മണിയോടുകൂടി വീണ്ടും ചർച്ച പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു 10 മണി എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം 1 മണി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിലേക്ക് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സമയം നീട്ടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത. മറ്റൊന്ന്, ഈ തീരുമാനമെടുക്കേണ്ടത് കുടുംബം തന്നെയാണ്. കുടുംബം തീരുമാനമെടുത്താൽ മാത്രമേ ഈ വധശിക്ഷ റദ്ദാക്കുന്നതടക്കമുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയിലേക്ക് വരികയുള്ളൂ. അത് പിന്നീട് നടപടിക്രമങ്ങൾ പലതുണ്ട്. നമുക്കറിയാം, നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ തന്നെ പണം ഒരു വിഷയമേ അല്ല. അതിനുവേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അത് നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ നേരത്തെ കോഴിക്കോട് അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണത്തിൻ്റെ ബാക്കി തുക ട്രസ്റ്റിലുണ്ട്. ആ ട്രസ്റ്റിൽ നിന്ന് അത് നൽകാൻ തയ്യാറാണെന്ന് ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പണം ഈ ഒരു ഘട്ടത്തിൽ വിഷയമേ അല്ല എന്നുള്ളതാണ്. $10 ലക്ഷം, അതായത് ഇന്ത്യൻ മണി 8.63 കോടി രൂപയോളം വരും. അതൊക്കെ നൽകാൻ തയ്യാറാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇതിലൊരു മാപ്പ് നൽകേണ്ടത് ഈ കുടുംബമാണ്. തലാലിൻ്റെ കുടുംബം തന്നെയാണ്. ആ നീക്കത്തിലേക്ക് ഇനി എത്തണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി അവർ കൈക്കൊള്ളണമെന്നുള്ളതാണ്. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാവരും. അവർ അതിലേക്ക് വരും, ദയാധനം സ്വീകരിക്കാൻ അവർ തയ്യാറാകും. ഒപ്പം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് തന്നെയാണ്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചർച്ചകളെല്ലാം അനുകൂലമായി വരട്ടെ എന്ന് നമുക്ക് ഒരേപോലെ ആഗ്രഹിക്കാം. കേരളം ആ പ്രാർത്ഥനയോട് തന്നെയാണ് ഉള്ളത്. ഇത്രയും വർഷമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതിരുന്ന തലാലിൻ്റെ കുടുംബം ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നും ആ ചർച്ചകൾ ഫലം കാണുന്നുണ്ട്. അവിടുത്തെ സൂഫി നേതാക്കന്മാരുമായിട്ടൊക്കെ അടക്കം നടത്തിയിട്ടുള്ള ചർച്ചകൾ, കാന്തപുരമൊക്കെ ഇടപെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾ ഫലം കാണുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണല്ലോ ഇന്ന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്നത് തന്നെ. അപ്പോൾ ഇനിയും അനുകൂലമായ തീരുമാനങ്ങൾ തന്നെ അവിടെ നിന്നുണ്ടാകട്ടെ, അത്തരത്തിലുള്ള ശുഭവാർത്തകൾ തന്നെ അവിടെ നിന്ന് നമ്മളെ തേടി എത്തട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.